السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. الصلاة والسلام على أشرف المخلوقين نبينا وحبيبنا محمد الأمين وعلى آله وأزواجه وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെല്ലാം അവന്റെ റഹ്മത്ത് സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ. നമ്മള് ദിക്റുകൾ, പ്രാർത്ഥനകൾ എന്നുള്ള ഒരു ക്ലാസ് ആണല്ലോ ഈ സമയത്ത് നമ്മൾ എടുക്കാറുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് ചോദിക്കുക, അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇബാദത്തിന്റെ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇബാദത്ത് ഒരു വിഷയം ഇബാദത്താകുന്നേ അതിൽ പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞതായിട്ട് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം തുർമുദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് എല്ലാവർക്കും മനഃപ്പാഠമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്നുള്ളത്. അപ്പോ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥനകൾ ഉണ്ടാകുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള, അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ പറയാതെ ആദ്യം തന്നെ ഉടനെ തന്നെ പ്രാർത്ഥനകളിലേക്ക് കടക്കാൻ. അൽഹംദുലില്ലാ, ഒരിക്കല് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങനെ മഗ്രിബ് നമസ്കരിക്കാൻ, നമസ്കാര ശേഷം മഗ്രിബിന്റെ സുന്നത്ത് അത് നമസ്കരിക്കുക. അപ്പൊ ഈ സുന്നത്ത് നമസ്കാരത്തിലും സഹോദരങ്ങളെ ഫാത്തിഹക്ക് ശേഷമൊക്കെ നമുക്ക് സൂറത്ത് ഓതാലോ. ഖഫീഫായിട്ടും സുന്നത്തുകൾ നമസ്കരിക്കാം. അതല്ല, സാധാരണ നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വജ്ഹത്ത് പാരായണം ചെയ്ത് ഫാത്തിഹക്ക് ശേഷം സൂറത്തുകളൊക്കെ ഓതി അങ്ങനെ സാവധാനം ഒക്കെ നമസ്കരിക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മഗ്രിബ് നമസ്കാര ശേഷം ഈ റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചപ്പോ അവിടുന്ന് എന്ത് ചെയ്തു? ഫാത്തിഹക്ക് ശേഷം അവിടുന്ന് വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയടങ്ങുന്ന സൂക്തം പാരായണം ചെയ്തു എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുവത്തയിൽ രേഖപ്പെടുത്താൻ വളരെ, ഞാൻ ആ ഹദീസ് കണ്ടപ്പോ അൽഹംദുലില്ലാ വളരെ സന്തോഷം തോന്നി, അത്ഭുതപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാനായൊരു മനുഷ്യൻ, ഒരു സ്വഹാബി വര്യൻ, പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീല് എന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞല്ലോ, ഞാനൊരു ആത്മമിത്രത്തെ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആത്മമിത്രമായി സ്വീകരിക്കുമായിരുന്നു എന്ന്. ലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ലത്തഖത്തു അബൂബക്കർ ഖലീല, ഒരു ആത്മമിത്രത്തെ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനെ ആത്മമിത്രമായി സ്വീകരിക്കുമായിരുന്നു എന്ന് അവിടുന്ന് പറയണ്ടായി. അപ്പോ ഇമാം മുവത്ത അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ, ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുള്ളത് അദ്ദേഹം ഓതാണ്. എന്താ ഓതുന്നത്? ഖറഅ ബി ഉമ്മിൽ ഖുർആൻ വബിഹാദിഹിൽ ആയ. ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഫാത്തിഹ സൂറത്ത് അദ്ദേഹം പാരായണം ചെയ്തു. വബിഹാദിഹിൽ ആയ, പിന്നീട് ഈ ആയത്തും. എന്താണ് ആ ആയത്ത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമാണ്. അതോടൊപ്പം തന്നെ വളരെ മൗലികമായ ഒരു പ്രാർത്ഥനയുമാണ്. അതെന്താ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വഴിതെറ്റിക്കല്ലേ. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം വഹബ് ലനാ മിൻ ലദുൻക റഹ്മ,
റബ്ബേ നിന്റെ അടുത്തുനിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇന്നക അൻതൽ വഹാബ്, തീർച്ചയായും നീ നന്മകൾ പ്രദാനം ചെയ്യുന്നവനാണല്ലോ. അവ ഈ സൂക്തം വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമാണ്. അതോടൊപ്പം തന്നെ അതൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള, എന്നും നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള പ്രാർത്ഥനയാണ്. ഇബാദുർ റഹ്മാന്റെ ദുആ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ആ ഇബാദുർ റഹ്മാന്റെ ഭാഗം പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ഫുർഖാനില്, അവിടെയല്ല ഇതുള്ളത്. ഇത് സൂറത്തു ആലു ഇമ്രാൻ അതിന്റെ ആദ്യത്തിലാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്താണ് ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്നത്. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അല്ലേ? ശരി, ഈ പ്രാർത്ഥന ഉള്ളത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്തു ആലു ഇമ്രാനിലെ 8-ാമത്തെ സൂക്തമാണ് ഇത്. അപ്പൊ ഇതിങ്ങനെ പാരായണം ചെയ്തു എന്നുള്ളതാ. ഇത് ഒരു തുടക്കത്തില് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. നിങ്ങൾ നോക്കൂ, അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന, സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നമസ്കാരത്തിൽ പോലും ഫാത്തിഹക്ക് ശേഷം ഇത് തെരഞ്ഞെടുക്കാനുള്ള കാരണം? അതായത് പ്രവാചകനാകട്ടെ സ്വഹാബി വര്യന്മാരാകട്ടെ അവരൊക്കെ എപ്പോഴും ദീനിൽ അടിയുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂല് പലപ്പോഴായിട്ട് പ്രത്യേകിച്ച് രാത്രി നമസ്കാരത്തിൽ സുജൂദിലൊക്കെ കിടന്ന് പ്രാർത്ഥിച്ചിരുന്നല്ലോ. എന്താ പ്രാർത്ഥിച്ചിരുന്നത്? റബ്ബേ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അതുപോലെ യാ മുസർരിഫൽ ഖുലൂബ് സ്വരിഫ് ഖൽബി അലാ ത്വാഅതിക്. ഇങ്ങനെയൊക്കെ അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. വളരെ സൂറത്തു ആൽ ഇമ്രാന്റെ ആമുഖത്തിലാണ് ഈ പ്രാർത്ഥന. ശരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ മറ്റൊരു പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകാം. ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇമ്രാനിലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. എന്തായിരുന്നാലും ഇത് അറിയാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. ഇനി അറിയാത്തവരുണ്ട് എങ്കിൽ സൂറ ആലു ഇമ്രാൻ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ സൂക്തമാണ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ശരി, നമുക്ക് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഒരിക്കല് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ അങ്ങനെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് വിശുദ്ധ ഖുർആന് പാരായണം ചെയ്യാൻ വേണ്ടി പറയാൻ. അങ്ങനെ പാരായണം ഒക്കെ ചെയ്ത സന്ദർഭത്തില് ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അപ്പൊ പ്രവാചകൻ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? സൽ തുഅതാ, നീ ചോദിക്ക് നിനക്ക് നൽകപ്പെടും. അപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? അത് അള്ളാഹിനോട് പ്രാർത്ഥിക്കാണ്. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ. ഇതെല്ലാരും കാണാതെ പഠിക്കുന്ന നന്നായിരിക്കും. അതിനു വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഞാനിത് പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദു വമുറാഫഖത നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അലൽ ജന്നത്തിൽ ഖുൽദ്. ഇതാണ് ആ പ്രാർത്ഥന.
എന്താ അങ്ങനെ പറഞ്ഞ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ഈമാനിനെ തേടുന്നു. എങ്ങനെയുള്ള ഈമാനാണ്? ഈമാനല്ല യർതദ്, ആ ഈമാൻ ഒരിക്കലും തന്നെ ത്യജിക്കാത്ത, വിട്ടുപോകാത്ത, അടിയുറച്ചൊരു ഈമാനിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വനഈമൻ ലാ യൻഫദു, നഷ്ടമാകാത്ത അനുഗ്രഹങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ വമുറാഫഖത നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹിന്റെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് റബ്ബേ ഞാൻ തേടുന്നു. ഫീ അഅലാ ജന്നത്തിൽ ഖുൽദ്, നിത്യവാസത്തിന്റെ സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ പ്രവാചകന്റെ സാമീപ്യം ഞാൻ നിന്നോട് തേടുന്നു. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അത് ഇത് നമുക്ക് പഠിക്കാവുന്നതാണ്, പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിന്റെ അല്പം വകഭേദങ്ങളോടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദു വമുറാഫഖത നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അലാ ജന്നത്തിൽ ഖുൽദ്, ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് ഇവിടെയൊക്കെ കണ്ടോ, നമ്മൾ തുടക്കം പറഞ്ഞ പ്രാർത്ഥനയും അതിലും എന്താണ്? ഈമാൻ അടിയുറച്ച്, ഈ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള പ്രാർത്ഥനയാണ്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ നമ്മൾ പറയണ്ടായി. അതോടൊപ്പം തന്നെ ഇതിലും എന്താണ് ഇപ്പൊ രണ്ടാമത് പറഞ്ഞ ഈ പ്രാർത്ഥനയിലും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്, യർതദ് മുർതദ് എന്തർത്ഥം? മതഭ്രഷ്ടനാകുക, മതത്തിന്ന് പുറത്തു പോയവനാകുക. അപ്പൊ ഈമാനെന്ന് വ്യതിചലിക്കാത്ത രൂപത്തില് അടിയുറച്ച വിശ്വാസം, ആ ഈമാന് റബ്ബേ നിന്നോട് തേടാൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്, മുർത്തദ്ദാകാത്ത എന്ന് പറയാൻ മതത്തിന്ന്, ദീനിന്ന്, ഈമാനിൽ നിന്ന് കണുകിട വ്യതിചലിക്കാത്ത രൂപത്തിൽ നിന്നോട് അങ്ങനെയുള്ളൊരു ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വനഈമൻ ലാ യൻഫദു, നഷ്ടമാവാത്ത അനുഗ്രഹങ്ങൾ, നിഅമത്ത്, അതിന്റെ നഈം എന്ന് പറയാൻ അങ്ങേയറ്റത്തെ സുഖാനുഗ്രഹങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. വമുറാഫഖത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അലാ ജന്നത്തിൽ ഖുൽദ്, നിത്യവാസത്തിന്റെ സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാന്റെ കൂടെ അവിടെ കഴിയാനുള്ള ഭാഗ്യം നിന്നോട് ഞാൻ തേടുന്നു. ഇതാണ് ആ പ്രാർത്ഥന. അപ്പോ അത് പഠിക്കണം എന്നാണ് പറയാനുള്ളത് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റൊരു പ്രാർത്ഥന, ഇതൊക്കെ ഇപ്പോ ഹദീസുകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾക്ക് വളരെ ലളിതമായിട്ടുള്ള, എളുപ്പം പ്രാർത്ഥിക്കാവുന്ന, എന്നാൽ വളരെ ആശയ ഗാംഭീര്യമുള്ള, വിപുലമായ ആശയമുള്ള, അർത്ഥവത്തായ ചില പ്രാർത്ഥനകൾ ഹദീസുകൾ ആവർത്തിച്ചു വരികയും സഹീഹ്, അതായത് പരമ്പരകളൊക്കെ സഹീഹാകുകയും ചെയ്തിട്ടുള്ള ചില പ്രാർത്ഥനകൾ. അതിലൊന്നാണ് അള്ളാഹിന്റെ റസൂല് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണത്? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി. മഹാനായ ഹുസൈൻ സലീം അസദ് റഹ്മഹുല്ലാ അവർ പറയാൻ, ഇസ്നാദുഹു സഹീഹുൻ, ഇതിന്റെ പരമ്പര സഹീഹാകുന്നു. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, അല്ലാഹുവേ എന്റെ പാപം എനിക്ക് നീ പുറത്തു തരേണമേ. വവസ്സിഅ ലീ ഫീ ദാരി, എന്റെ വീട്ടിൽ എനിക്കൊരു വിശാലത പ്രദാനം ചെയ്യണമേ. വബാരിക് ലീ ഫീ റിസ്ഖി, എന്റെ ഉപജീവനത്തിൽ എനിക്ക് നീ ബർക്കത്ത് ചെയ്യണമേ. ഇതാണ് ആ പ്രാർത്ഥന. അള്ളാഹിന്റെ റസൂല് പോലും ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറായിരുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കാറായിരുന്നു എന്നുള്ളതാ. അല്ലാതെ റസൂലുള്ളാന്റെ തലയിൽ നിന്ന്
ഒരു രോമം പറിച്ച് പിന്നെ കലക്കി കുടിക്കല്ല. ഇതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ ഗഫിർലി ദംബി, അല്ലാഹുവേ എന്റെ പാപം എനിക്ക് നീ പൊറുത്തു തരേണമേ. വവസ്യഅലി ഫീ ദാരി, എന്റെ വീട്ടിൽ എനിക്ക് നീ വിശാലത പ്രദാനം ചെയ്യണമേ. ഇതൊക്കെ ഒന്ന് ഈ ഞാൻ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ഒന്നുകൂടെ ആവർത്തിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇതാണ് പൂർത്തീകരിക്കട്ടെ. വവസ്യഅലി ഫീ ദാരി, എന്റെ വീട്ടിൽ എനിക്ക് നീ വിശാലത തരയണമേ. അതിനൊക്കെ എന്താണെന്നറിയോ, ഒരുപാട് അർത്ഥ വിശദീകരണങ്ങളുണ്ട്. വീട്ടിലൊക്കെ വിശാലത എന്ന് പറയുമ്പോൾ നല്ല മനോഹരമായ വീട് ഉണ്ടായാൽ അവിടെ വിശാലത ഉണ്ടായിക്കൊള്ളുന്നില്ല. വീട് എന്നുള്ളൊരു പദപ്രയോഗമാണെങ്കിലും സഹോദരങ്ങളെ, വീടിന്റെ ചുമരുകളും അതിന്റെ റൂമിന്റെ നീളവും വീതിയുള്ള വലുപ്പം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് കുടുംബാംഗങ്ങൾക്കിടയിലുള്ള മനോഹരമായിട്ടുള്ള മാനസികമായ സംസ്കാരവും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ അതിൽ ഉൾപ്പെടുമെന്ന് ഓർക്കുക. വവസ്യഅലി ഫീ ദാരി, എന്റെ വീട്ടിൽ എനിക്ക് നീ വിശാലത പ്രദാനം ചെയ്യണമേ. വബാരിക് ലി ഫീ റിസ്ഖി, എന്റെ ഉപജീവനത്തിൽ എനിക്ക് നീ ബർക്കത്ത് തരയണമേ. ബർക്കത്ത്, അനുഗ്രഹം. അപ്പോ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഒരു പ്രാർത്ഥനയും കൂടെ ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആവർത്തിക്കാം, ഒന്നുകൂടെയൊക്കെ ആവർത്തിക്കാം. കാരണം പഠിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കണല്ലോ. അപ്പോ വേറെ പ്രാർത്ഥന, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ വഅസ്ലിഹ് ലി ശഅനി കുല്ല ലാ ഇലാഹ ഇല്ലാ അൻത. ഇതൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുമ്മ റഹ്മതക അർജു, റബ്ബേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു, നിന്റെ റഹ്മത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. ഫലാ തകിൽനി ഇലാ നഫ്സി, എന്നെ നീ എന്റെ നഫ്സിലേക്ക് തന്നെ ഏൽപ്പിക്കരുതേ. തുർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന അത്ര സമയം പോലും. വഅസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരേണമേ. ലാ ഇലാഹ ഇല്ലാ അൻത, റബ്ബേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല. ഇതാണ് ആ പ്രാർത്ഥന. അപ്പോ ഇത് വളരെ ലളിതമായ എല്ലാവർക്കും പഠിക്കാവുന്ന പ്രാർത്ഥനകളാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നോട് നിന്റെ റഹ്മത്ത് തേടുന്നു. ഫലാ തകിൽനി ഇലാ നഫ്സി, എന്റെ നഫ്സിലേക്ക് തന്നെ നീ ഏൽപ്പിക്കല്ലേ. തുർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം പോലും. വഅസ്ലിഹ് ലീ, എനിക്ക് നന്നാക്കി തരയണമേ. ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും. ലാ ഇലാഹ ഇല്ലാ അന്ത്, നീയല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല. അപ്പോ പിന്നെ ഇത്രയും പ്രാർത്ഥനകളാണ് നമ്മൾ ദ്വാകളായിട്ട് പഠിക്കുന്നത്. ഒന്നാമത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചത്, സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാല് പിന്നെ സുന്നത്ത് നമസ്കരിക്കും. അതില് ഫാത്തിഹക്ക് ശേഷം ചിലപ്പോ അദ്ദേഹം ഇങ്ങനെ ഓതാറുണ്ട്. എന്താണ് ഓതാറുള്ളത്? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ആ ഹദീസ് ഇമാം മുവത്ത ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്. അൻ അബി അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു قال قدمت المدينة في خلافة أبي بكر الصديق فصليت وراءه المغرب فقرأ في الركعتين الأوليين بأم القرآن وسورة
سورة من قصار المفصل ثم قام في الثالثة فدنوت منه حتى إن ثيابي لتكاد أن تمس ثيابه فسمعته قرأ بأم القرآن وبهذه الآية. അപ്പൊ സഹോദരങ്ങളെ, പിന്നെ ഇങ്ങനെ ഹദീസിൽ ഇങ്ങനെ ഈ സംഭവം വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ഓർക്കുക. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദു വമുറാഫഖത നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അലാ ജന്നത്തിൽ ഖുൽദ്. അതിന്റെ അർത്ഥം അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് തീർച്ചയായും തേടുകയാണ്, ഈമാനൻ വിശ്വാസത്തെ, ലാ യർതദ്ദു വ്യതിചലിച്ചു പോകാത്ത ഒരു ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വനഈം എന്ന് പറഞ്ഞ അടിയുറച്ച വിശ്വാസം, അത് റബ്ബിനോട് തേടുകയാണ്. വനഈമൻ ലാ യൻഫദു നഷ്ടമാവാത്ത സുഖാനുഗ്രഹങ്ങൾ, അത് റബ്ബിനോട് ചോദിക്കാൻ. വമുറാഫഖത നബിയിന നമ്മുടെ നബിയുടെ സാമീപ്യം, മുറാഫഖത്ത് പറഞ്ഞ സാമീപ്യം, നബിയിന നമ്മുടെ നബി. അപ്പോ വമുറാഫഖത നബിയിന നമ്മുടെ പ്രവാചകന്റെ സാമീപ്യം, മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം ഞാൻ തേടുകയാണ്. എവിടെ? ഫീ അലാ ജന്നത്തിൽ ഖുൽദ്, നിത്യവാസത്തിന്റെ സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ അവിടെ പ്രവാചകന്റെ സാമീപ്യം തേടുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായി എന്ന് കാണുന്നു. പിന്നെ അടുത്തത് എന്താണ്? അല്ലാഹുമ്മ യഗ്ഫിർ ലീ ദംബി, അല്ലാഹുവേ എന്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ. വവസ്അലി ഫീ ദാരിഹി, എന്റെ ഭവനം എനിക്ക് നീ വിശാലമാക്കി തരണമേ. വബാരിക് ലീ ഫീ റിസ്ഖി, എന്റെ റിസ്ക് എനിക്ക് നീ ബർക്കത്തുള്ളതാക്കി തരണമേ. ഇതാണ്. ഇനി ഒന്ന് രണ്ട് ദിക്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ദിക്റുകൾ എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ ഓർക്കുക, അതിനാണ് ദിക്റ്, സ്മരണ എന്ന് സാമാന്യമായിട്ട് പറയുക. ഈ ദിക്റുകളൊക്കെ എന്ത് ചെയ്യാണ് വെച്ചാല് മൊത്തത്തില് പിന്നെ ചില ആളുകളൊക്കെ എന്താണ് മൈക്കൊക്കെ കെട്ടി ഉറക്കനെ വിളിച്ചു പറയും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യണം? മൊത്തത്തിൽ ഇതൊക്കെ പ്രാർത്ഥനയാകട്ടെ, ദിക്റുകളാകട്ടെ, അതൊക്കെ ഒരു മിതമായ ശബ്ദത്തില് വബ്തഗി ബൈന ദാലിക സബീല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ഇസ്രായിൽ പറയുന്നുണ്ടല്ലോ. നമ്മൾ ഒരു ഇടത്തരം ശബ്ദത്തിലെ പ്രാർത്ഥിക്കാവൂ, അല്ലെങ്കിൽ ദിക്റുകൾ ചെല്ലാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ ദിക്റുകൾ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞാണ് നിങ്ങൾ ദിക്റുകൾ ചൊല്ലണം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുവിൻ, ദിക്റൻ കസീറാ, ധാരാളമായിട്ടുള്ള സ്മരണ, വസബ്ബിഹൂഹു, അവനെ നിങ്ങൾ വാഴ്ത്തുവിൻ, ബുക്റതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും. രാവിലെയും വൈകുന്നേരമൊക്കെയുള്ള ദിക്റുകളുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ദിക്റുകളുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ വചനങ്ങൾ ഖുർആനിൽ കാണാം. എന്താണ് പിന്നെ അറിയാവുന്ന ആളുകൾക്കൊന്ന് ടൈപ്പൊക്കെ ചെയ്യാവുന്നതാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. അതുപോലെ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്,
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലദീന ആമനൂ സത്യവിശ്വാസികള് വതത്മഇന്നു ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ശാന്തമടയും സമാധാനം കൊള്ളും ബിദിക്രില്ലാ അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട്. അലാ അറിയണം ബിദിക്രില്ലാ അല്ലാഹുവിന്റെ സ്മരണകൾ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ് ഹൃദയങ്ങൾ ശാന്തമാകും. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് മനുഷ്യന്റെ മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും പ്രദാനം ചെയ്യുക. അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പുണ്യാണല്ലോ. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. വദ്ദാകിരീന അല്ലാഹ കസീറാ ധാരാളമായിട്ട് അല്ലാഹുവിനെ ഓർക്കുന്നവർ, വദ്ദാകിറാത്ത് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സഹോദരിമാർ, അല്ലാഹു അവർക്ക് ഒരുക്കിയിട്ടുണ്ട്, അഅദ്ദല്ലാഹു ലഹും അല്ലാഹു അവർക്ക് ഒരുക്കിയിട്ടുണ്ട് മഗ്ഫിറതൻ പാപമോചനം, അവരുടെ പാപങ്ങളൊക്കെ പൊറുക്കും. അപ്പൊ ദിക്റുകൾ നമ്മൾ നിർവഹിക്കുമ്പോ പാപങ്ങൾ പൊറുക്കുന്ന ആരാ പറയുന്നത്? വിശുദ്ധ ഖുർആൻ പറയാണ്. എന്നിട്ടോ അജ്റൻ അളീമാ മഹത്തായ പ്രതിഫലവും അവർക്കുണ്ടാകും. അപ്പൊ സഹോദരങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഹദീസുകളിലൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ധാരാളം ദിക്റുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് കാണാം, ആഹ്വാനങ്ങൾ കാണാം. ഒരിക്കൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ദിക്റുകൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നവൻ അതുപോലെ അള്ളാഹിനെ കുറിച്ച് ഓർക്കാത്തവൻ, ഇവർ രണ്ടുപേരും ഒരു ജീവനുള്ളവനും മരണപ്പെട്ടു പോയവനും പോലെയാകുന്നു എന്നാ. അതായത് അള്ളാഹിനെ കുറിച്ച് നന്നായി ഓർക്കുന്ന ഒരാള് ഹയ്യ്, അവന് ജീവനുള്ളവനാണ്. എന്നാൽ അള്ളാഹിനെ കുറിച്ചൊന്നും ഓർക്കുന്നില്ല, അള്ളാഹിനെ വാഴ്ത്തുന്നില്ല, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നില്ല, ഒരു അൽഹംദുലില്ലാ എന്ന് പോലും ചെല്ലാത്ത ഒരാളോ അവനെങ്ങനെയാണ്? അവൻ അല്ലാഹു അക്ബർ എന്നറിയില്ല, അത് പറയൂല, അതിനൊക്കെ മടി കാണിക്കുന്ന ആളെങ്ങനെയാണ്? കൽ മയ്യിത്തി, ജഡം പോലെയാണ് എന്നാണ്. ജഡം പോലെയാണ് അവൻ എന്നാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നത്. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. കണ്ടോ, മസലുല്ലദീ യദ്കുറു റബ്ബഹു, തന്റെ റബ്ബിനെ ഓർക്കുന്നവന്റെ ഉപമ, വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അതുപോലെ തന്റെ രക്ഷിതാവിനെ ഓർക്കാത്തവന്റെ ഉപമയും, മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവനുള്ളവനെ പോലെയും ജീവനില്ലാത്തവനെ പോലെയുമാകുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. അതുപോലെ ഇഷ്ടം പോലെ അള്ളാന്റെ റസൂല് ഈ ദിക്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദിക്റുകൾ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. എന്താ അവിടെ പറയുന്നത്? الذين يذكرون الله, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ആരാണ് അല്ലാഹുവിനെ ഓർക്കുന്നവർ? ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുകളിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലും, ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട്, ലിഉലിൽ അൽബാബ്, അവർ ബുദ്ധിയുള്ളവരാകുന്നു. എന്നിട്ട് പറയുന്നത് അല്ലദീന യദ്കുറൂനല്ലാഹ്, ആ ബുദ്ധിയുള്ളവരുടെ ഒന്നാമത്തെ ലക്ഷണം എന്താ? അല്ലദീന യദ്കുറൂനല്ലാഹ്, അവരല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ, നിന്നുകൊണ്ടും, വഖുഊദൻ, ഇരുന്നുകൊണ്ടും,
വഅലാ ജുനൂബിഹിം അവരുടെ പാർശ്വങ്ങളിലായിട്ടും വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അപ്പോ അവര് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും, ചിന്തിക്കും. എന്നിട്ട് അള്ളാഹിന്റെ ഖുദ്റത്തിനെ കുറിച്ച് അവർ മനസ്സിലാക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, റബ്ബേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. സുബ്ഹാനക നീ മഹാപരിശുദ്ധനാവുന്നു. ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, നരകശിക്ഷയിൽ നിന്നും. അങ്ങനെ ദിക്റുകളെ കുറിച്ച് ഖുർആൻ എമ്പാടും പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂല് പല സന്ദർഭങ്ങളിലും ദിക്റുകൾ നിർവഹിക്കാറുണ്ടായിരുന്നു. ഇപ്പോ രാവിലെയും വൈകുന്നേരവും അള്ളാഹിന്റെ റസൂലുള്ള ദിക്റുകൾ ചെല്ലാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, സാധാരണ നമുക്ക് ഏത് സമയത്തും ചെല്ലാവുന്ന കുറെ ദിക്റുകളുണ്ട്. അതിൽ ഏതാനും ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാന്. ഇപ്പോ ബുഖാരിയും മുസ്ലിമും രണ്ട് ഹദീസ് ഗ്രന്ഥകാരന്മാരും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിൽ പോലും ഓർമ്മിപ്പിക്കുക മാത്രമാണ്. ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോഴെങ്കിലും ഒരു വട്ടം ചൊല്ലിയാൽ അത്രയും പുണ്യാകുമല്ലോ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله العظيم سبحان الله وبحمده كلمتان خفيفتان വളരെ ലളിതമായ സരളമായ രണ്ട് വാക്കുകൾ. അലൽ ലിസാൻ, നാവിന് പറയാനൊരു പ്രയാസമില്ല, ഉച്ചരിക്കാൻ പ്രയാസമല്ല. സഖീലതാനി ഫിൽ മീസാൻ, പക്ഷേ അത് നന്മയുടെ തുലാസിലേറെ ഘനം തൂങ്ങുന്നതാണ്. ഹബീബതാനി ഇലർ റഹ്മാൻ, പടച്ച റബ്ബിനോ ഏറ്റവും ഇഷ്ടപ്പെട്ടവയുമാവുന്നു. അപ്പോ എന്താണത്? സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മഹോന്നതനായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്, അല്ലെങ്കിൽ അവന് മഹാപരിശുദ്ധനാകുന്നു. സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറഞ്ഞാല്, അലീം എന്ന് പറഞ്ഞ മഹാനായ മഹോന്നതനായ അല്ലാഹു മഹാപരിശുദ്ധനാകുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മനസ്സിലായല്ലോ? ഇത് നേരെ തിരിച്ചും ബുഖാരിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ്? സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ള രൂപത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വചനം, അൻ സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ യളുറുക ബിഅയ്യിഹിന്ന ബദഅത അഖ്റജഹു മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കാൻ സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളുണ്ട്. അർബഉന്നത് 4 എണ്ണമാകുന്നു. സുബ്ഹാനല്ലാഹ്
അതൊന്ന് സുബ്ഹാനല്ലാഹയാണ്, അള്ളാഹു മഹാപരിശുദ്ധനാണ് എന്നുള്ള അർത്ഥം വരുന്ന സുബ്ഹാനല്ലാഹ് എന്നാണ്. മറ്റൊന്നോ വൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സകല സ്തുതിയും. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല. അതുപോലെ വല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു. ഈ കാര്യങ്ങള് ഇത് ലാ യളുറുക ബിഅയ്യിഹിന്ന ബദഅത, നീ ഇത് എങ്ങനെ ആരംഭിച്ചാലും ഏതിൽ നിന്ന് ആരംഭിച്ചാലും നിനക്ക് ഒരു പ്രശ്നമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആരംഭിച്ചുള്ളത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏതുകൊണ്ട് ആരംഭിച്ചാലും കുഴപ്പമില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, അത് വളരെയധികം പുണ്യമുള്ള സംഗതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതേ സംഭവം തന്നെ മറ്റൊരു ഹദീസിൽ വന്നുള്ളത് എങ്ങനെയാണ്? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ എന്താണത്? അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത അലൈഹി ശംസു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലഅൻ അഖൂൽ, ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കും, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഈ ദിക്റുകള്. എന്നിട്ട് പറയാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവയാണ്, മിമ്മാ ത്വലഅത അലൈഹി ശംസു, സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവയാണിതെന്ന. അപ്പൊ ഇവിടെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടമാണെന്ന് പറയുന്നു, നേരത്തെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. عن أبي مالك الأشعري رضي الله عنه قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأان أو تملأ ما بين السماوات والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك كل الناس يغدو فبايع نفسه فمعتقها أو موبقها أخرجه مسلم. അപ്പോ ഈ ഹദീസിൽ പറയുന്നത് എന്താ? ശുദ്ധി വിശ്വാസത്തിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹ്, ഒരു സെക്കൻഡ്. ഹലോ, സുന്നത്താണ് ഒരു മടങ്ങുന്ന ത്വാഫ് എന്ന് പറയും സുഹൃത്തുക്കളെ. അപ്പോ അത്തഹൂറു ശത്രുൽ ഈമാൻ, വിശ്വാസം അതിന്റെ പകുതിയാണ് ശുദ്ധി എന്നുള്ളത്. വൽഹംദുലില്ലാഹ്, അതാണ് അതിന്റെ മർമ്മം. അൽഹംദുലില്ലാഹ് എന്നുള്ളത് തംലഉൽ മിസാൻ, ഈ തുലാസ നിറക്കുന്നു. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് തംലആനി, അവ രണ്ടും നിറക്കും. ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർള്, അല്ലെങ്കിൽ ആകാശഭൂമിക്ക് ഇടയിലുള്ളതെല്ലാം അത് നിറക്കും. അത്ര സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, രണ്ട് ചെറിയ ദിക്റുകൾ ഉണ്ടല്ലോ, അതെത്രയാണ്? ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം നിറക്കുന്ന അത്രമാത്രം വലിയ വിശാലമായ പ്രതിഫലം കിട്ടുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വസ്വലാത്തു വസ്വലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. വസ്വദഖത്തു ബുർഹാനുൻ, അതുപോലെ സ്വദക്ക എന്ന് പറയുന്നത് പ്രമാണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. അപ്പൊ ഇതിലെ മർമ്മം, നമ്മുടെ വിഷയം അൽഹംദുലില്ലാഹ്, അത് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് മീസാനിനെ, തുലാസിനെ നിറക്കും. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളതോ തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർള്, അത് ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം നിറക്കുന്ന. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനും ദിക്റുകൾ നിർവഹിക്കുവാനും അങ്ങനെ റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവന്റെ സാമീപ്യം കിട്ടാനുള്ള ഒരു അവസ്ഥ, ഒരു തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ അർഹമുർറാഹിമീനായ നാഥാ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, പിന്നെ